ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഹൈലൈറ്റ് മോളിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ജസ്റ്റ് കുറേ ആയി ആദ്യക്കൂട്ടം പുറത്ത് പോകണമെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇത് ഒരുപാട് ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നാ പോയത് തന്നെ ഓർമ്മയില്ല, കുറച്ചായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആദ്യക്കൂട്ടം എന്തൊക്കെയോ മിഷ്യൻ ഗണ്ണ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് സമയമായി. അപ്പോൾ ഏട്ടൻ ഫുഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാനും ആദ്യക്കൂട്ടം ഫുഡ് കോർട്ടിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പാട്ടുപാടി കളിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടൻ മിഷ്യൻ ഗണ്ണ് വേണമെന്നോ അതിനുള്ള പൈസയ്ക്കാണ് 10 രൂപ എന്നൊക്കെ പറഞ്ഞതൊക്കെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ ആ പ്ലേ ഏരിയയിൽ പോയിട്ട് ആദ്യക്കൂട്ടം കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മളിങ്ങനെ താഴോട്ട് വന്നപ്പോഴാണ് ആ ട്രെയിൻ കണ്ടത്. അപ്പോൾ ആദ്യക്കൂട്ടൻ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യക്കൂട്ടം കുറച്ച് നേരം ട്രെയിനിലൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ അവന് വേണ്ടത് അവിടെയല്ല ഇരിക്കേണ്ടത്. അയാൾ ഇവിടെ കയറ്റിയിരുത്തിയപ്പോൾ അവന് ഫ്രണ്ടിൽ അവന് വേണ്ടത് ആ എഞ്ചിൻ്റെ ഉള്ളിലായിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ അതിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിലുള്ളത് സാധാരണ ഇങ്ങനെ ഒരു ചെയറൊക്കെ ഇട്ടൊരു സ്ഥലം. അപ്പോൾ അവൻ ആ എഞ്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുറേ നേരം നിന്നു. പിന്നെ അവിടെ നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം അതുവഴി ഇങ്ങനെ കടകളിലൊക്കെ കയറി നടന്ന് അപ്പോഴാണ് ആദ്യക്കുട്ടൻ വേറൊരു ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ അപ്പോൾ അത് ആദ്യക്കുട്ടൻ്റെ സ്നോ പാർക്കിക്കുള്ള ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. ആദ്യക്കുട്ടൻ കുറേ ആയി ഇങ്ങനെ പറയണം. ചെറുതാകുമ്പോൾ ഒരു തവണ പോയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ മറ്റേ ചാനലിലാണ് ഇട്ടിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോസും അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അവൻ എപ്പോഴും ഇങ്ങനെ പറയും ഒന്നുകൂടെ പോകണം ആദിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോ വരുന്നുണ്ട്. അപ്പോൾ അവന് ഇപ്പുറത്തിരുന്ന് ഈ അപ്പോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 17-18 അപ്പോ ആയി എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് പറഞ്ഞാലേ ഉള്ളൂ എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും ഇതിക്ക് വരാം. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് സ്നോ പാർക്കിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി ഇതാ എവിടേക്കോ വലിഞ്ഞ് കയറുന്നുണ്ടേ. ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. സാധനം ഗ്ലൗസും സോക്സൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ ഒറ്റയ്ക്ക് ക്യൂ നിന്ന് അതൊക്കെ മേടിച്ച് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഇത് വേഗം ഇട്ട് കൊടുക്കാനുള്ളത് കാരണം ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാ കുറേ ഇതാണ് കേട്ടോ ആകെ ഇഷ്ട വിനോദം. ഞാൻ വേറെ കുറേ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അതിനകത്ത്. ആശാൻ ഇതാ പറ്റി. എന്നിട്ട് ഈ കട്ടകളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുക അതിൻ്റെ മുകളിൽ. എന്നിട്ട് എന്തൊക്കെയോ ഇഗ്ലൂ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ഐസൊക്കെ വാരി ഇടുക. അതൊക്കെയായിരുന്നു അതിനകത്ത് പരിപാടി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഏതോ ഒരു ഫാമിലി മറ്റേ ഫിൻലാൻഡ് മല്ലു കപ്പിൾ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അവർ ഇഗ്ലൂ ഉണ്ടാക്കിയൊരു വീഡിയോ ഇതുപോലെ ഞാനൊരു തവണ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നത് എല്ലാ കട്ടകളും ഇങ്ങനെ അടുക്കി വെച്ച് അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അത് സ്പോഞ്ചാണ് കേട്ടോ. കുട്ടികളെ അതിനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടി അവിടെ നിറയെ സ്പോഞ്ച് ഇട്ടത്. അതൊക്കെ എടുത്ത് വെച്ച് കുറേ വീടൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ പാട്ടിട്ടുണ്ട് കേട്ടോ. അത് കേട്ടിട്ടാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. പാട്ടും ലൈറ്റും എല്ലാം കൂടെ കണ്ടിട്ട്. പിന്നെ എന്താ വെച്ചാൽ വീഡിയോ കംപ്ലീറ്റ് ഇങ്ങനെ ഷോർട്സ് പോലെയാണ് എടുത്തിട്ടുള്ളത്. കാരണം അന്ന് എന്താണെന്നറിയില്ല, ഞാനെല്ലാം അങ്ങനെ എടുത്തു. ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചെടുത്തതാണോ അതോ വലിയ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ഓർമ്മയില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ അത്യാവശ്യം കുറേ ഷോർട്സ് ഉണ്ട്. അതാണ് ആശാൻ ഇഗ്ലൂ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഐസ് ഇടുക, കട്ട വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കംപ്ലീറ്റ് പാട്ടായത് കാരണം അവൻ പറയണമൊന്നും കേൾക്കാണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ഫിൻലാൻഡ് മല്ലു കപ്പിൾ എന്നാണ് പറഞ്ഞു തോന്നുന്നു കേട്ടോ. അത് മല്ലൂസ് ഇൻ ഫിൻലാൻഡ് എന്നാണ്. മറ്റേത് വേറെ യൂട്യൂബ് ചാനൽ. അവർ ഇതുപോലെ ഗ്ലോവ്സ് 2 തവണയായിട്ട് ഉണ്ടാക്കിയിട്ട് തോന്നുന്നു. അപ്പോൾ 2 വീഡിയോ ആദ്യം കൂടെ അതുപോലെ ഒരു തവണ ഷോർട്സ് കണ്ടിട്ട് അവൻ അതിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്നിങ്ങനെ പറയും എനിക്കിവിടെ പോകണം. അപ്പോഴാണ് ആദ്യക്കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ചെറുതാമ്പത്തെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതുപോലെ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആശാൻ ഈ ഗ്ലോവ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് തന്നെയായിരുന്നു കേട്ടോ, കംപ്ലീറ്റ് വീഡിയോ തന്നെയായിരുന്നു. കുറേ കട്ട് ചെയ്തതാണ്. ഒന്ന് സ്ലൈഡ് ചെയ്ത് വരും, പിന്നെ ഒരു 4-5 വയ്ക്കും, അപ്പോഴേക്കും അത് വീഴും. കാരണം എന്താ വെച്ചാൽ ആ സ്പോഞ്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് അവർ ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുട്ടികൾ സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ട്രൗസറിൻ്റെ ബാക്കൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നാമത് ഇവിടെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ശരിക്കും പാൻറ്റൊക്കെ ഇടിച്ചിട്ട് കൊണ്ടുപോയായിരുന്നു. കുറച്ച് കട്ടിയുള്ള പാൻറ്റ് എന്തൊക്കെയാണ് ഒക്കെ. ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ടൈം കിട്ടുകയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവനത് കാണുകയും ചെയ്തു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ ബോർഡ് കണ്ടിട്ട് അതെന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് കയറിയേ പറ്റൂ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ കളിയൊക്കെ ചെയ്തു. ഞാൻ കംപ്ലീറ്റ് ഷോർട്സാണ് അതിൻ്റെയൊക്കെ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ തോന്നുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ അവൻ എന്തൊക്കെയോ ശരിക്കും കാര്യമായിട്ട് അവിടെ നിന്ന് പാട്ടൊക്കെ പാടി കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം അവിടെ അത്രയും സൗണ്ടിൽ പാട്ടിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഓടിക്കളിക്കലും റീൽസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പറഞ്ഞതും ഒന്നും കേൾക്കുന്നുണ്ടായില്ല. പക്ഷെ നമ്മളെന്തൊക്കെയോ അവിടെ നിന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. അവൻ കുറേ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിത്തരുക എന്തൊക്കെയോ പരിപാടിയില്ല. അതിനകത്ത് നിന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോയി എടുക്കാനും പറ്റില്ലായിരുന്നു. ഇപ്പുറത്ത് കൂടിയും കയറി വരാറുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചു. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് കാണാനൊന്നും ഉണ്ടായില്ല. ഇവനെ ഓരോന്ന് കാണിക്കണം നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ അന്ന് 1-2 ഫോട്ടോസ് എന്തോ എടുപ്പിച്ചു തോന്നുന്നു.
അവിടെ അതിനകത്ത് ഇങ്ങനെ ക്യാമറ കൊണ്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആരൊക്കെയോ കുറേ കുട്ടികൾ ഇതുപോലെ ഫ്രണ്ട്സ് കുറേ പേര് ചേർന്ന് ഇങ്ങനെ അതിനകത്തുണ്ട്, കസിൻസ് ആരൊക്കെയോ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞെറിഞ്ഞ് കളിക്കുക. അപ്പോൾ ഇവന് മഞ്ഞെറിഞ്ഞ് കളിക്കാൻ ആരും ഇല്ലാണ്ട് മാറി മാറി ഞങ്ങൾ രണ്ടാളെ എറിയായിരുന്നു. ഏട്ടൻ മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അതിനകത്ത് വന്നിട്ടുള്ളത്. നമ്മളിത് പ്ലാൻ ചെയ്യാതെ പോയത് കാരണം ഏട്ടൻ മുണ്ടും അങ്ങനെ ഡ്രസ്സൊന്നും അതിന് പറ്റിയ ഡ്രസ്സായിരുന്നില്ല. ഏട്ടൻ കുറേ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ വാശി പിടിച്ചപ്പോൾ പിന്നെ ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത്, എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയോ ഞാനും ആദ്യം ഉണ്ടാക്കിയിട്ട് ഏട്ടനോട് വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. ആദ്യക്കുട്ടനും എന്തൊക്കെയോ അടിച്ച് പരത്തി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കളിച്ചു. അതിൻ്റെ ഇടയിൽ അവിടെ സൈഡിലൊരു കുട്ടിക്ക് എന്തോ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടോ. അതുപോലെ ഒരു വലിയൊരു വളഞ്ഞിരിക്കുന്ന ഒരു സ്ലൈഡർ ഉണ്ടായിരുന്നു അതിനകത്ത്. അതുവഴി ഒരാൾ മടിയിൽ വെച്ചെന്തോ ഇറങ്ങിയതാണ് കുട്ടീനെ. എന്നിട്ട് തെറിച്ച് ആ കുട്ടീൻ്റെ ഇടയ്ക്ക് പോകുക എന്തൊക്കെയോ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്നോമാൻ്റെ അടുത്ത് കളിച്ചു. സ്നോമാൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ആദ്യക്കുട്ടനെ പോരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ കളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൂക്കൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ടായിരുന്നു. തണുത്തിട്ടാണ് തോന്നുന്നു. കാലൊക്കെ ട്രൗസറൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു കുഴപ്പമില്ലാതെ ഫുൾ കളിയായിരുന്നു. അതുവഴിയുള്ള ആൾക്കാരെയൊക്കെ കല്ലെടുത്തെറിയാമല്ല, മഞ്ഞെടുത്തെറിയുക, കല്ലല്ല അവിടെ. പിന്നെ അതിന് ആ ഒരു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ സ്നോഫോൾ പോലെ ഒരു സംഭവം ഉണ്ട്. അത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫുൾ നടക്കുകയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.